തണ്ണീർമത്തൻ കഴിച്ച് ബോംബെയിലെ ഒരു കുടുംബത്തിലെ 4 പേര് മരിച്ചു. മാതാപിതാക്കളും 2 കുട്ടികളുമാണ് മരണപ്പെട്ടത്. ഇത് ഇന്ത്യ മുഴുവൻ വലിയ വാർത്തയായി. കാരണം ഇന്ത്യയിൽ ഏകദേശം 33 ലക്ഷത്തോളം ആൾക്കാർ തണ്ണീർമത്തൻ കഴിക്കുന്നുണ്ട് ദിവസേന. ഇന്ത്യയിൽ അത് നിർലജ്ജീകരണത്തിന് എതിരായി നമ്മൾ സാധാരണഗതിയിലെ വാട്ടർ മെലോൺ കഴിക്കും. ധാരാളം വെള്ളം അകത്തോട്ട് പോകും. ഒരു ഭക്ഷണത്തിന് പകരം ഭക്ഷണ പദാർത്ഥവുമായിട്ട് അതിനകത്തുള്ള ആ ചോറ് നമ്മൾ കഴിക്കുകയും ചെയ്യും. ഇത് സർവ്വസാധാരണമാണ് ഇന്ത്യയിൽ. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് തണ്ണീർമത്തൻ്റെ സെയിൽ വളരെ കൂടി. സെയിൽ കൂടുമ്പം സാധാരണഗതിയിൽ പാകമാകാത്ത തണ്ണീർമത്തന് കളറൊക്കെ ചേർത്തും പിടിച്ചും മാർക്കറ്റിലേക്ക് കൊണ്ടുവരും. സാധാരണഗതിയിൽ ഇന്ത്യയിൽ 80-100 ദിവസത്തിനുള്ളിൽ തണ്ണീർമത്തൻ ഫ്രൂട്ട്സ് റെഡിയായി പഴുത്ത് അത് പാകമായി വരും. പക്ഷേ അങ്ങനെ പാകമാകാത്ത തണ്ണീർമത്തനിലേക്ക് സാധാരണഗതിയിൽ അവിടെ DAP അല്ലെങ്കിൽ കെമിക്കൽ സാധനങ്ങൾ അത് പലതും ചേർത്ത് പെട്ടെന്ന് അവനെ മൂപ്പിച്ചെടുക്കാനും അല്ലെങ്കിൽ പാകപ്പെടുത്തിയെടുക്കാനും അല്ലെങ്കിൽ കളർ വ്യത്യാസം കാണിക്കാനും ഒക്കെ പല രാസപദാർത്ഥങ്ങളും നമ്മൾ ചേർക്കും, അല്ലെങ്കിൽ കൃഷിക്കാർ ചേർക്കും. ബോംബെയിൽ ഉണ്ടായത് സംഭവം, അവിടെ അബ്ദുള്ള ഡക്കോഡിയ എന്ന ആൾ 44 വയസ്സുണ്ട്. ഭാര്യ നസ്രീൻ എന്ന 35 വയസ്സുകാരിയാണ്. 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അബ്ദുള്ളയ്ക്കും ഭാര്യയ്ക്കും സൈനസ് എന്ന 13 വയസ്സുകാരിയും ഐഷ എന്ന 16 വയസ്സുകാരിയും. ഈ 4 പേരും ആഹാരം കഴിച്ച് തണ്ണീർമത്തൻ കഴിച്ച ശേഷം 10-12 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. കാരണം ദൈനംദിനം ഇന്ത്യയിലുള്ള ജനങ്ങളെല്ലാം, പ്രത്യേകിച്ച് മലയാളികളെല്ലാം തണ്ണീർമത്തൻ ധാരാളമായി ഉപയോഗിക്കുന്നവരാണ്. ഇതിൻ്റെ കാരണം എന്താണ് എന്നാണ് ഡോക്ടർമാരെ അതിശയിപ്പിക്കുന്നത്. കാരണം അതിൻ്റെ സിംറ്റം സാധാരണഗതിയിൽ പക്ഷിവിഷബാധ ഏറ്റ സമയത്തുണ്ടാകുന്ന സിംറ്റം ആയിരുന്നില്ല. അവർ മരുന്നിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നും അറിയാൻ ഒക്കില്ല. കാരണം എന്താണ് പക്ഷിവിഷബാധ എന്ന ഒരു സാധാരണ സംശയം പോലും കൊടുക്കാൻ പറ്റുന്നില്ല. അവർ ശനിയാഴ്ച രാത്രിയിൽ അവരുടെ വീട്ടിൽ, അബ്ദുള്ളയുടെ വീട്ടിലൊരു പാർട്ടി ഉണ്ടായിരുന്നു. എല്ലാവരും ചിക്കനും പുലാവും എല്ലാം കഴിച്ചു. രാത്രി 10-11 കൂടി ആ പാർട്ടി നടത്തി എല്ലാവരും പോകാൻ തുടങ്ങി. എല്ലാവരും പോയ ശേഷം അപ്പനും മക്കളൂടെ അവിടെ തണ്ണീർമത്തൻ അവർ വയറ് നിറയെ അങ്ങ് കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞപ്പം വെളുപ്പാങ്കാലത്തായപ്പോൾ എല്ലാവരും വയറ് വീർക്കാൻ തുടങ്ങി, വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി, അസ്വസ്ഥത കാണിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെ 4 പേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇളയ കുട്ടി ഹോസ്പിറ്റലിൽ വെച്ച് പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ അരമണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടു. ഇവർ പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് പോവുകയാണ്. അബോധാവസ്ഥയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ ബ്രെയിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന മരുന്നുമൊക്കെ തന്ന് ധാരാളം വെള്ളം കുടിപ്പിച്ചു എല്ലാം കഴിഞ്ഞ് നമ്മൾ പല ദിവസം ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും. പക്ഷേ നമ്മൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയ സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു. ആ കുട്ടി ഹോസ്പിറ്റലിൽ അടുത്ത ദിവസം ശനിയാഴ്ച രാത്രി പാർട്ടിയെല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് അരമണിക്കൂറിൽ കുട്ടി മരിച്ചു, ഇളയ കുട്ടി. അപ്പോൾ പോയിസണായ എന്തോ സാധനം ഈ വാട്ടർ മെലോൺ തണ്ണീർമത്തൻ്റെ ഒപ്പം കഴിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം, വയറ് നിറയെ പിലാവും മറ്റ് ഇറച്ചി വസ്തുക്കളും എണ്ണപ്പല നെയ്യ് ചേർത്ത സാധനങ്ങളും എല്ലാം കൂടെ നമ്മൾ കഴിച്ച് ചിലപ്പം പാലിൻ്റെ അംശങ്ങളും കൂടിയിട്ടുണ്ടാവും. അതിനകത്ത് ഈ വാട്ടർ മെലോൺ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അതൊരു വിരുദ്ധ ആഹാരമായിട്ട് മാറുകയാണ്. അങ്ങനെ വൊമിറ്റ് ചെയ്യും, ഛർദി കൂടും. സാധാരണ ഇതിൽ വൊമിറ്റ് ചെയ്ത് ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമ്മൾ അവശതയിലോട്ട് പോകും, പക്ഷേ ബോധം ഉണ്ടാവും. പക്ഷേ ഇവിടെ അബ്ദുള്ളയെ രാത്രി 11 മണിക്ക് അവിടെ അദ്ദേഹം മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് പകലൊരു 11-11:30 ആണ് അഡ്മിറ്റ് ചെയ്യുന്നത്. രാത്രിയോടെ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ
നസ്രീനെ 35 വയസ്സുകാരെയും അതുപോലെ തന്നെ അവരെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 5-6 മണിക്കൂറിനകം അബോധാവസ്ഥയിലേക്ക് പോയി 3 പേരെയും ആശുപത്രി കൊണ്ടെത്തപ്പോൾ തന്നെ അബോധാവസ്ഥയിലായെന്നാണ് വാർത്തകൾ വരുന്നത്. കുട്ടി മറ്റൊരു ഹോസ്പിറ്റലിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെറിയൊരു ഹോസ്പിറ്റലിൽ ആദ്യം കൊണ്ടുപോയി. അവിടെ വെച്ച് തന്നെ കുട്ടി മരണപ്പെട്ടു. മറ്റു 3 പേരെ JJ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവിടുത്തെ ഡോക്ടർമാരുടെ പരിശോധന എന്ത് തരത്തിലുള്ള പോയിസനാണ്, ഇതൊരു ഫുഡ് പോയിസണിങ് ആണെന്ന് പറയുമെങ്കിലും സാധാരണഗതിയിൽ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ചേർക്കുന്ന അവർക്ക് ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു വൊമിറ്റിംഗ് സെൻസേഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഭക്ഷ്യവിഷബാധ ഏറ്റെന്നറിഞ്ഞാൽ സാധാരണ രീതിയിൽ കൊടുക്കുന്ന ചില മരുന്നുകളുണ്ട്. പക്ഷേ എന്താണ് ആ പോയിസൺ എന്ന് ഏകദേശം ഒരു ധാരണ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് പോവുകയാണ്, ബ്രെയിനിലേക്ക് ബാർ. അപ്പോൾ ഏതോ കെമിക്കല് ഈ തണ്ണിമത്തനെ ചേർത്തിരിക്കുന്നത് പഴുപ്പിക്കാനോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് മൂത്ത് വരാനോ വേണ്ടി ചേർത്തിരിക്കുന്നത് ശരീരത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ ബ്രെയിനിലേക്ക് പോയി എന്നുള്ളതാണ്. അബ്ദുള്ള ഞായറാഴ്ച 11 മണിക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി 10-15 മണിക്ക് അദ്ദേഹം മരണപ്പെട്ടു. ഭാര്യയെ എത്തിച്ച് അവരും 11:55 മരണപ്പെട്ടു. അപ്പോൾ ഇതുപോലെ ന്യൂറോളജിക്കലായിട്ടുള്ള ഒരു ഡിപ്രഷൻ അവർക്കുണ്ടായി എന്നാണ് ഡോക്ടറുടെ ഫൈൻഡിങ്. പിന്നെ ലോസ് ഓഫ് കോൺഷ്യസ്, അവരുടെ ബോധവും പോകുന്നു. ഈ 2 കാര്യങ്ങൾ കൊണ്ട് അവർക്ക് മനസ്സിലായി സാധാരണഗതിയിലുള്ള ഭക്ഷ്യവിഷബാധയല്ല. അവർ വാട്ടർ മെലോണാണ് കഴിച്ചത്. വയറ് നിറയെ പല രീതിയിലുള്ള നെയ്യും അത് പാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പുലാവും ഒക്കെ ചേർന്ന് കഴിയുമ്പം നെയ്യുടെ അംശങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അതെല്ലാം വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാട്ടർ മെലോൺ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരീരം വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ കാരണം അവർക്ക് ശരീരത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ ആമാശയത്തിലും ചെറുകുടലിലും വൻകുടലിലൊക്കെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ. സാധാരണഗതിയിൽ ഫ്രക്ടോസ് ആണ് ഫെർമെൻറ്റേഷൻ നടക്കുന്നത്. ആഗീകരണം ചെയ്യപ്പെടാതെ ഫ്രക്ടോസ് വയറ്റിനകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ഗ്യാസ് ഉണ്ടാവും, വയറുവേദന ഉണ്ടാവും, അസ്വസ്ഥത ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും. അങ്ങനെ ഗാസ്ട്രിക് ട്രാൻസിഷൻ നടക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത് ശരീരം ഉൾക്കൊള്ളില്ല. കൊഴുപ്പ് നമുക്കറിയാം, ഭക്ഷണത്തിന് ശേഷം അമിത ഭക്ഷണത്തിന് ശേഷം കൊഴുപ്പും പ്രോട്ടീനും ഭക്ഷണം കഴിച്ച അളവിൽ കഴിഞ്ഞ് അതിനകത്ത് തണ്ണീർമത്തം കൂടെ ചെന്ന് കഴിയുമ്പോൾ ഛർദി എന്തായാലും കൂടും. നമ്മുടെ ദഹന പ്രക്രിയയൊന്നും നടക്കില്ല, ആഗീരണം ചെയ്യപ്പെടാതെ പോകും. അതുതന്നെയല്ല, കൃത്യമായ വയറ്റിനകത്ത് കൃത്യമായ താപ ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഭക്ഷണങ്ങൾ ദഹിക്കുകയുള്ളൂ, അതിനകത്തെ ഫ്രക്ടോസ് മുഴുവൻ വലിച്ചെടുക്കുകയുള്ളൂ. അപ്പം ദഹന പ്രക്രിയ നമുക്ക് സാധാരണഗതിയിൽ ചൂട് കാലഘട്ടത്തിൽ വളരെ സ്ലോയിലാണ് പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി. ഈ സമയത്ത് ശരീരത്തിന് വെള്ളത്തിൻ്റെ ആവശ്യകത അധികം ഉള്ള സമയത്ത് നമ്മൾ ഈ സാധനം ചെന്ന് കഴിയുമ്പോൾ ചൂട് കൂടുതൽ കാരണം നമ്മുടെ ആമാശയത്തിലെ ചലനത്തെ ബാധിക്കുമെന്നാണ്. വാതകവും ഗ്യാസും ഒക്കെ കൂടിക്കൂടി വരും, ശരീരം അത് ഉൾക്കൊള്ളാതെ വരും. അങ്ങനെ ഒരു പ്രക്രിയ ഇതിനകത്ത് നടന്നു എന്നാണ് ഡോക്ടർമാർ സംശയിക്കുന്നത്. ടോക്സിക്കായ എന്ത് സാധനമാണ്, ഏത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ശരീരത്തിൽ കടന്നുകൂടിയതെന്നും കണ്ടെത്താനും കഴിഞ്ഞില്ല. ഏതായാലും പാത്തോളജിക്കൽ ഒരു അനാലിസിസ് നടത്തിയെങ്കിൽ മാത്രമേ പോസ്റ്റ്മോർട്ടത്തോടുകൂടി ഇൻഡസ്ട്രിയനും അല്ലെങ്കിൽ കെമിക്കൽ വിസറയും എല്ലാം കെമിക്കൽ ലാബറട്ടറിയിൽ വിസറ പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് എന്ത് വയറ്റിനുള്ളിൽ സംഭവിച്ചു എന്ന് മനസ്സിലാകുകയുള്ളൂ. എന്തായാലും ഈ ഒരു സംഭവം ഇന്ത്യയിൽ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പലപ്പോഴും പറയും വിരുദ്ധാഹാരം കഴിക്കരുത്. കാരണം പാല് അതുപോലെയുള്ള നെയ്യ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വാട്ടർ മെലോണൊക്കെ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ ചെറുകുടലും ആമാശയം കഴിഞ്ഞിട്ട് ചെറുകുടലിലും വൻകുടലിലൊക്കെ ചെന്ന് ദഹനപ്രക്രിയ അവിടെ നടക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ വൊമിറ്റ് ചെയ്യും. നമ്മൾ പലപ്പോഴും അത് ശരീരം താങ്ങാതെ അതിനകത്ത് തന്നെയെല്ലാം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ ആ വിഷാംശങ്ങൾ ബ്രെയിനിലെത്തുകയും ചെയ്തു ഈ കേസിനകത്ത്. അതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്നാണെന്ന് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അമിത ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ
അത് വയറ് നിറയെ നമ്മൾ തണ്ണീർമത്തനും കഴിക്കാൻ പാടില്ല എന്നൊരു പാഠം ഇതിനകത്ത് ഉൾക്കൊള്ളണം. കാരണം അത് അങ്ങനെയാണ് ഈ മരണം നടന്നതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നു. ഏതായാലും മിൽക്കും ഫ്രൈയും ചിക്കൻ ഫ്രൈയും ബിരിയാണിയും പുലാവും അതിൻ്റെ കൂടെ പാലും ഒക്കെ ചേർന്ന് കഴിയുമ്പം അതിൻ്റെ കൂടെ തണ്ണീർമത്തൻ കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. കാരണം അത് ദാഹശമനിയാണ്, നല്ലതാണെന്ന് നമുക്ക് തോന്നും. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ നിഗമനം. കാരണം ഇതേ വീട്ടിൽ നിന്ന് പുലാവും മറ്റു ആഹാരം കഴിച്ചവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. അവരെല്ലാം പോയ ശേഷം രാത്രി അപ്പനും അമ്മയും ദാഹം കൂടിക്കഴിഞ്ഞപ്പം, കാരണം അവർ ആ പാർട്ടിക്ക് അവർ പങ്കെടുത്ത സമയത്ത് ഡീഹൈഡ്രേഷൻ കൂടുതലുണ്ടായിരിക്കും. അതിനുശേഷം രാത്രിയിലെ ഈ ആഹാരം മുഴുവൻ കഴിച്ച ശേഷം ഈ വാട്ടർ മെലോൺ അമിതമായി 4 പേരും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മാർഷം ഈ ഭക്ഷ്യവിഷബാധയെ ഏറ്റതായിട്ട് തോന്നിയതും അവർ മരണപ്പെട്ടതും. മറ്റുള്ളവർ ആർക്കും, ആ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചവർക്കാർക്കും തണ്ണീർമത്തൻ കഴിക്കാത്തത് കൊണ്ട് അവർക്കാർക്കും ഈ പ്രശ്നം ഉണ്ടായില്ലെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്.